പേര് സ്മിത എന്നാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പിനെ കുറിച്ച് ഈ ഒരു പുതിയ കാര്യം എന്തായിരിക്കാം ഇവര് വന്നിട്ട് പറയാൻ വന്നിങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഈ സാധാരണ നമ്മൾ ട്രെയിനിങ് സെഷനിൽ പോകുമ്പോഴുള്ള ഗെയിമുകളും തിയറീസും ഇതൊക്കെ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. ആദ്യത്തെ സെഷനിൽ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് ഉണ്ടായിരുന്നത്. പക്ഷെ പോകെ പോകെ മനസ്സിലായി നമ്മൾ അപ്ഡേറ്റഡ് ആവാനുണ്ട്. ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3-4 ദിവസത്തെ സെഷൻ എന്ന് പറയുന്നത് ആർട്ട് ഓഫ് കണക്ഷൻ ഇൻ ടീച്ചിങ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. ദാറ്റ് ഈസ് ടെക്നോളജിയും ഹ്യൂമാനിറ്റിയും. ഒരു ടീച്ചർ എംപതിയോടും അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റൻഷനോടും ഒരു അതോറിറ്റേറ്റീവ് ടീച്ചറായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് കുട്ടികളെ എന്താ പറയുക അവരുടെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബോണ്ടിങ് സ്ട്രോങ് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് സമൂഹത്തിന് നൽകാൻ കഴിയുമെന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ എനിക്ക് മനസ്സിലായത്. പിന്നെ സെഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ചും ആ സെക്കൻഡ് ഡേയുള്ള ലാസ്റ്റ് സെഷൻ എനിക്കൊക്കെ റോബിൻ സാർ പറഞ്ഞു ചില ഇതിൽ നിന്ന് എനിക്ക് ഓടിപ്പോയെന്ന്. ശരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഞാൻ എമോഷൻസ് അതിന്റെ എക്സ്ട്രീമായിട്ട് പ്രകടിപ്പിക്കുന്ന ആളാണ്, ചിരിയാണെങ്കിലും കരച്ചിലാണെങ്കിലും. പക്ഷെ ആദ്യമൊന്നും എന്താ ചെയ്യണേന്നുള്ള ഒരു ഇത് നമുക്കങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്തില്ല. പക്ഷെ ആ കെട്ടുകളുടെ എണ്ണം കൂടി വരും തോറും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി. ശരിക്കും ലിറ്ററലി ഞാൻ എൻ്റെ അടുത്തിരിക്കാൻ ടീച്ചർ നമുക്ക് എണിച്ചു പോയാലോ എന്നുള്ള ആ ഒരു തോന്നല്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് അവസാന സാറ് ഞങ്ങളെ കൂളാക്കിയിട്ടാണ് വിട്ടത്. ഡാൻസ് ചെയ്ത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ വീട്ടിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ മക്കളെ കാണാൻ തോന്നി. മക്കളെ പഠിപ്പിച്ചവരുടെ മുഖങ്ങള് ഇനി ആരെങ്കിലും നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ മനസ്സ് വിശ്വസിക്കുന്നത് ഇല്ല എന്നാണെങ്കിലും എവിടെയോ ഇനി ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ. ശരിക്കും അന്ന് ഉറങ്ങിയിട്ടില്ല. പക്ഷെ ആ ഒരു സെഷൻ ഇമോഷണലി ഞങ്ങളതിനെ ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ശരിക്കും അതൊരു നമ്മൾക്കൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ ഒരു എത്തിനോട്ടം എന്നൊക്കെ പറയും, നമ്മളെ തന്നെ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സെഷൻസ് എന്ന് പറയുന്നത് പ്രമോദ് സാറിൻ്റെയും എബിൻ സാറിൻ്റെയാണ്. കാര്യം അവര് തമാശയെ കൂടെ കുറെ ചിരിച്ച് എന്താ പറയാ വയറൊക്കെ വേദനിച്ച് എനിച്ച് നിൽക്കണം, മസിൽ പെയിൻ വരെ വന്നു തുടങ്ങി. പക്ഷെ ആ ചിരിയുടെ ഉള്ളിലും ആ ചിരിയെ കൂടെയും നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനേറെ ഉണ്ടായിരുന്നു പല കാര്യങ്ങൾ. കോൺഫിഡൻസ് ആണെങ്കിലും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. നമ്മൾ കുട്ടികളിൽ അത് നമ്മൾ ശരിക്കും ഒരു കുട്ടിയായിട്ട് മാറാന് ടീച്ചർ എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ അവിടെ ഇരുന്ന്. നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിലെ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്ന് കുട്ടികളും ഇതുപോലെയാണ് എന്ന് പഠിപ്പിച്ച സെഷൻസ് ആയിരുന്നു. അതുപോലെ ഓരോ ആക്ടിവിറ്റിയിലും അതില് കുട്ടികളുടെ സൈക്കോളജി അല്ലെങ്കിൽ കുട്ടികളും നിങ്ങൾ പെരുമാറുമ്പോൾ എങ്ങനെയാണ് അവർക്ക് വേദനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അവരെങ്ങനെയാണ് സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ലാസ്സുകളിൽ കൂടെ പഠിക്കുകയല്ല നമ്മളത് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നാൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഞാൻ വളരെ അപ്ഡേറ്റഡ് ആണ്, ടെക്നോളജി വളരെ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ടെക്നിക്കൽ ആ ഒരു എന്താ പറയുക ആ ഒരു സൈഡ് കുറച്ചും കൂടെ അതിലെ പെർഫെക്ഷനിലേക്ക് എത്താൻ ശരിക്കും സാധിച്ചു ഈ ടീമിനെ കൊണ്ട്. എനിക്ക് എന്നെ ക്യാച്ചിങ് ആയ 2 വേർഡ്സ് ആണ്. ഒന്ന് സോഫ്റ്റൻ, പിന്നെ ഒന്ന് നട്ട്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എപ്പോഴും ആസ് എ ടീച്ചർ എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, താങ്ക് യു. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒരു മോർ എനർജൈസ്ഡ് ആയി ഫ്രൂട്ട്ഫുൾ സെഷൻ ആയിരുന്നു. കുറേയൊക്കെ നമ്മൾ ഇമോഷണലി ഇംബാലൻസ് വന്നെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു നല്ലൊരു ഗോളിലേക്കാണ് എന്നുള്ള ആ ഒരു ഇതും. ഇത് തീർച്ചയായിട്ടും ഇനി വരുന്ന നമ്മളുടെ ടീച്ചിങ്ങിൽ നമ്മളത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. വലിയ ക്ലാസ്സുകളിൽ പറ്റിയില്ലെങ്കിലും ടു ദ മാക്സിമം നമ്മൾ ശ്രമിക്കും. കാരണം സിലബസ് കരിക്കുലം അത് നമുക്ക് ഇന്ന ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്കത് പൂർത്തിയാക്കണം. പക്ഷെ എന്നിരുന്നാലും
ഫ്രം 9 ഓൺവേഴ്സ് ഞങ്ങൾക്ക് ചില കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിലും ക്ലാസ്സുകളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. ഇനിയൊരു കുട്ടി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവാതെ അവനെ ചേർത്ത് പിടിച്ച് ഒരിക്കലും അവനെ ആ ഒരു മെന്റൽ ട്രോമയെ കൂടെ കടത്തിവിടാതെ ഹാപ്പി ആയിട്ട് ഈ സ്കൂളിൽ നിന്ന് അവൻ പുറത്തു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കും. ശരിക്കും എനിക്കൊരു വാചക ഓർമ്മ എന്ന് വെച്ചാൽ, സ്കൂൾസ് ഒരിക്കലും ഫാക്ടറികളല്ല, ഈ പാവക്കുട്ടികളെ ഉണ്ടാക്കി വിടുന്ന ഫാക്ടറികളല്ല. ശരിക്കും മജ്ജയും മാംസവും ചോരയും നീരും ഒക്കെ ഉള്ള കുഞ്ഞുമക്കള്. നമ്മളവരെ നമ്മളുടെ സ്നേഹത്തിൽ കൂടെ, കരുതലിൽ കൂടെ, മാർക്കിന് ഇമ്പോർട്ടൻസ്, മാർക്ക് ഓഫ് കോഴ്സ് ഒരു ഘടകം, ഒരു ഘടകം മാത്രമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ എയിം എന്നുള്ള നല്ലൊരു മനുഷ്യനാക്കുക, സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ട മനുഷ്യനാക്കുക. അതിന് കുറേ ഔട്ട്പുട്ട്സ്, കുറേ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു 4 ഡേയ്സിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് കുറേയധികം കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നു, പഠിച്ചു. കുറേയധികം പ്ലാറ്റ്ഫോംസ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പലതരത്തിലുള്ള ലേണേഴ്സ് ആണല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ കേൾക്കുന്നതിലും കൂടി ചെയ്യുന്നതിൽ കൂടിയാണ് അറിയുക. അപ്പൊ അത് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴും നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ, എന്താ പറയുക, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ഇനി ഭാവിയിൽ, അല്ലെങ്കിൽ നാളെ തൊട്ട് ഞങ്ങൾ വീണ്ടും വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളുടെ മക്കളിൽ അത്, അല്ലെങ്കിൽ ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും 100% ശ്രമിക്കുന്നല്ല, അത് ചെയ്തിരിക്കും.